ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ പോയിട്ടുണ്ട്. അങ്ങനെ സെപ്പറേഷനിലായിരിക്കുമ്പോൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ സെപ്പറേഷനിൽ പോയതിന് ശേഷം ഒരു ദിവസത്തിൽ നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ഒരു വട്ടമെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കാറുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷനുള്ള ആ ഒരു വ്യക്തി ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതോ അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്നു കളഞ്ഞോ എന്നുള്ളതാണ്. ദിവസത്തിൽ ഒരു പ്രാവശ്യം, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ അവർക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് കപ്സ്, ദ ഹെറോഫന്റ് കാർഡ്, ഏസ് ഓഫ് വാൻഡ്സ്, നൈൻ ഓഫ് പെന്റക്കിൾസ്, സെവൻ ഓഫ് കപ്സ്, ഡെത്ത് കാർഡ്, ടവർ കാർഡ്, കിങ് ഓഫ് വാൻഡ്സ്, നൈൻ ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് വാൻഡ്സ്, സെവൻ ഓഫ് സോർഡ്സ്. ഓക്കെ, സെവൻ ഓഫ് കപ്സും സെവൻ ഓഫ് സോർഡ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാസ്റ്റർ കാർഡ് പേജ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നൊരു കാര്യമാണ്. അത് സെപ്പറേഷൻ ഉള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കൂടുതലും കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചോദിക്കുമ്പോൾ ഈ ഒരു കാർഡുകൾ പ്രകാരം അതെ അവർ നിങ്ങളെ ഓർക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിപ്പോൾ ഒരു സന്തോഷകരമായ ഓർമ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ്. മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ഉണ്ട്, അതുപോലെ ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട്. ഒരുപാട് സഡൻ തോട്ട്സ് ആയിട്ട് അവർ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഓർമ്മകൾ വരും. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് ഇങ്ങനെ ഓർമ്മ വരാറുണ്ട്. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ മെസ്സേജ് അയക്കണമെന്നൊക്കെ തോന്നും അവർക്ക്, പക്ഷെ അത് ഒരു ആക്ഷനായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷനായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പൊ നിങ്ങളോട് ഇമോഷണലി കണക്ഷൻ ആ ഒരു മനസ്സിലുണ്ടായിരുന്ന, പണ്ട് നിങ്ങളുമായിട്ട് ഇമോഷണലി വളരെയധികം കണക്ട് ആയിരുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോഴും ആ ഒരു കണക്ഷൻ മാത്രം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനവും അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് തന്നെ നിങ്ങൾക്ക് അവരുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ മനസ്സിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് കോൺഫ്ലിക്റ്റുകൾ തന്നെയാണ്. ദ ഹെറോഫൻ കാർഡ് ഉണ്ട്, അതുപോലെ നൈൻ ഓഫ് പെന്റക്കിൾസ്. ഈ രണ്ട് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അവരൊരു സ്റ്റെബിലിറ്റി നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാത്തിനും ഒരു സ്ഥിരത വേണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ അവരുടെ ലൈഫിൽ അവർക്ക് അവരുടേതായ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് നിങ്ങളുണ്ട്, മറ്റൊരു വശത്ത് അവരുടെ സ്വന്തം ലൈഫ് ഇത് രണ്ടുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. അവർ ആ ഒരു വശത്ത് നിങ്ങളെയും മറ്റൊരു വശത്ത് അവരുടെ ലൈഫിനെയും മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ലൈഫിനെ അവർ ഒരു കെട്ടിപ്പടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ റീഡിങ്ങുകളിൽ രണ്ട് കാര്യങ്ങളും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റാറുണ്ട്.
അതായത് നിങ്ങളും വേണം എന്ന രീതിയിൽ ഈ വശത്തും കൂടി ഒരു കുറച്ച് ആക്ഷൻ എടുക്കുന്നു, അപ്പുറ വശത്തും കൂടി കുറച്ച് ആക്ഷൻ എടുക്കുന്നു. അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്കതില്ല. ഒരു വശത്ത് നിങ്ങൾ ഉണ്ടെങ്കിലും അവർ എപ്പോഴും അവരുടെ ഒരു ഫോക്കസ് പോകുന്നത് മറുവശത്ത് അവരുടെ സ്വന്തം ലൈഫിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്ട്സുകളൊക്കെ നടക്കുന്നുണ്ട് മനസ്സിനുള്ളിലും. പക്ഷെ അപ്പോഴൊക്കെ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ലൈഫിൽ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമുക്കൊരു 7 ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവർക്ക് മറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്, മറ്റ് ആളുകൾ ഉണ്ടായിരിക്കാം. അവരെക്കുറിച്ചും ഈ രണ്ട് രീതിയിലും അവർ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആണോ, അതോ നിങ്ങളായിരുന്നോ ബെറ്റർ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിനുള്ളിൽ വളരെയധികം ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് അവരെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത്. അല്ലാതെ ഒരു സ്വീറ്റ് മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായ മെമ്മറീസും ചില സമയങ്ങളിൽ വരുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് നമുക്കൊരു വേദനയുടെ അല്ലെങ്കിൽ സങ്കടത്തിന്റെ അങ്ങനെയുള്ള ഓർമ്മകളാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ ടവർ കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് ഡെത്ത് കാർഡും ടവർ കാർഡും വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബന്ധത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് ഇവിടെ സെപ്പറേഷനിലേക്ക് പോയി. ആ ഒരു സെപ്പറേഷനിലേക്ക് പോയത് വളരെ ഒരു മാറ്റത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതാണ്. അത് വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു വ്യക്തിയെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള, അവരുടെ മനസ്സിനെ തകർത്ത് കളയുന്ന തരത്തിലുള്ള എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോ നിങ്ങളെ ഓർക്കുമ്പോൾ ആ ഒരു വേദനയും ഇവർക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അവര്, പക്ഷെ ആ ഒരു അധ്യായം അടച്ചു വെക്കാനായിട്ട് അവര് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ആ ഒരു അധ്യായം അടച്ചു വെക്കുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് വാൻസ് ഉണ്ട്, നയൻ ഓഫ് വാൻസ് ഉണ്ട്, 10 ഓഫ് വാൻസ് ഉണ്ട്. ഇതെല്ലാം ഫയർ എനർജീസ് ആണ്. അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് അവരെ തന്നെ സെൽഫ് ലവ് ചെയ്ത് അവരുടെ ലൈഫിനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കൊരു ഇമോഷണൽ ബേർഡൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതോ ഒരു കുറ്റബോധമോ ഗിൽറ്റോ എന്തോ സംഭവം അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ ഓർമ്മകളൊക്കെ തന്നെ സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാനാണ്, ഒതുക്കി കളയാനായിട്ട് അല്ലെങ്കിൽ ചുരുക്കി കളയാനായിട്ട് അടച്ചു വെക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരതങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങളെ ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും അവർ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ യെസ് എന്ന് തന്നെയാണ്. അവർ ഓർക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആ ഒരു ഓർമ്മകളിൽ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള എനർജീസ് ആണ് കാണുന്നത്. കുറച്ച് വേദന അവർക്ക് ഉണ്ടാകുന്നുണ്ട്, കുറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ കുറേയേറെ ആഗ്രഹങ്ങളുണ്ട് അവർക്ക്. എല്ലാം കൂടിയ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു കോണ്ടാക്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമ്മൾ ഈ സെയിം കാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത് കോണ്ടാക്ട് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ കുറച്ച് ഡിലേയും അതിനുണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കോണ്ടാക്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ ഒരു കോണ്ടാക്ട് കിട്ടും എന്ന് നമുക്ക് സാധ്യത നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ മുന്നേ വന്നതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റുമായിട്ട് വരും. സഡൻ ആയി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർക്ക് തോന്നുന്ന ഒരു സമയത്ത് അവർ വരും എന്നുള്ളത് കറക്റ്റ് ആണ്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു സ്ഥിരമായ ഒരു ഡിസിഷൻ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നാലും നിങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം എന്നില്ല. കാരണം ആ ഡിസിഷൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതല്ല എന്നുള്ളതാണ്. അവർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇനി നിങ്ങളിലേക്ക് വന്നതിന് ശേഷവും ആ ഒരു കൺഫ്യൂഷൻ അവരിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ഡൗട്ടൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അവർ മെന്റലി വളരെയധികം ടയേർഡാണ് എന്നാണ് കാണുന്നത്. ലൈഫിൽ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു പേഴ്സണ്. അതിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്, ഈഗോ എല്ലാം കാരണം അവരെ ഇങ്ങനെ അതെല്ലാം കൂടി പിടിച്ചിങ്ങനെ നിർത്തുകയാണ്. നിങ്ങളിലേക്ക് വരുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ഇത്ര കാര്യങ്ങളാണ് അവരെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് മെന്റലി വളരെയധികം ടയേർഡ് ആകുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നത് മാത്രമാണ് അവർക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് അവരത് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഹെറോഫൻ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് സൊസൈറ്റി റൂൾസ്, കമ്മിറ്റ്മെന്റ്സ്, ഫിയർ ഇതൊക്കെ കാരണം അവർ വരാതിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇവർക്ക് അവരെ ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇവരായിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇവരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ സൊസൈറ്റി റൂൾസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കാസ്റ്റ് പരമായിട്ടുള്ള ഡിഫറൻസ് ഉള്ളവരോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുപോലെയുള്ള സൊസൈറ്റി പരമായ കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് തമ്മിലുള്ള ഡിഫറൻസ് അതൊക്കെ ആകാം. അപ്പൊ എന്താണെങ്കിലും ആ ഒരു പേടി അതാണ് അവരെ ഇതിൽ നിന്ന് മാറ്റി കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പില്
ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഇഷ്യൂസ് അവര് ആ ഒരു കാര്യങ്ങൾ, ഈ ഒരു ബ്രേക്ക് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ആ ഒരു കാര്യങ്ങളൊന്നും അവരൊരിക്കലും മറക്കുന്നില്ല. അതൊക്കെ വീണ്ടും വീണ്ടും അവർ ഓർത്തെടുക്കുന്ന അതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ വീണ്ടും അവരെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർ ചിന്തിക്കുമ്പോൾ ആ ഒരു വേദനകളൊക്കെ വീണ്ടും വീണ്ടും അവർ ഓർത്തെടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. കോണ്ടാക്ട് ഉണ്ടാകും, പക്ഷെ ഒരു സഡൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ ആയിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കോണ്ടാക്ട് ആയിട്ട് വരിക. കുറച്ച് ഡിലേക്ക് ശേഷം ഇമോഷണൽ ക്ലാരിറ്റി ഇല്ലാതെ ആയിരിക്കും അവർ വരുന്നത്. ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആ ഒരു പേഴ്സൺ വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്, അവര് നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവരൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഈഗോ ഉണ്ട്, പേടിയുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് അവരെ വീണ്ടും അവർ ആ നിൽക്കുന്ന സിറ്റുവേഷനിൽ തന്നെ പിടിച്ചു നിർത്തുന്നതും നിങ്ങളിലേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ളത്, നിങ്ങൾ ഈ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഒരാളുടെ ഓർമ്മ, ഒരാളെ കുറിച്ച് ഓർക്കുന്നു എന്ന് കരുതി ആ ഒരു പേഴ്സണെ നമ്മൾ സ്നേഹിക്കുന്നു എന്നില്ല. ഒരു കോണ്ടാക്ട് വരും എന്ന് കരുതി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സന്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. നിങ്ങളെ ഓർക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് നിങ്ങൾക്കൊരു ഒരു കമ്മിറ്റ്മെന്റ് തരാനോ നിങ്ങളെ സ്നേഹിക്കാനോ ഒന്നും അവര് ഇനി മുന്നോട്ടേക്ക് ഒരു ആക്ഷനും അവർ എടുക്കുന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളെ അവര് ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യം, ആ ഒരു റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ മെസ്സേജ്, അതുപോലെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ, ഇതൊക്കെ നോക്കുന്നതൊക്കെ കുറയ്ക്കുക. പിന്നെ ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക. അവർ എന്ത് ചിന്തിക്കുന്നു എന്നതിൽ നിന്നും നിങ്ങളുടെ ഫോക്കസ് മാറ്റുക. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നതിലേക്ക് ആ ഒരു ഫോക്കസ് മാറ്റുക. കാരണം ഇത് നിങ്ങളെ ഇമോഷണൽ ആയിട്ട് വളരെയധികം ഡ്രെയിൻ ചെയ്യും. നിങ്ങളുടെ ആ ഒരു ഹാപ്പി എനർജി, പോസിറ്റീവ് എനർജി ഒക്കെ നിങ്ങളിൽ നിന്ന് ഡ്രെയിൻ ആയി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യുക. നിങ്ങളെ ആരെങ്കിലും കൺഫ്യൂസ്ഡ് ആക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറുക. അവർക്ക് നിങ്ങളെ ഡിസേർവ് ചെയ്യാനുള്ള ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ ഒരു റീഡിങ് മനസ്സിലാകുന്നത്. അവർക്ക് അതിനുള്ള ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയണം. നിങ്ങളുടെ ഹാപ്പിനെസ് മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ ഈ ഒരു റീഡിങ് കിട്ടിയിട്ടുള്ളത്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. സാധാരണ നമുക്ക് റീഡിങ്ങുകളിലൊക്കെ കിട്ടുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നല്ലൊരു ടൈം വരുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നൊക്കെയുള്ളതാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നിങ്ങളെ കോൾ ചെയ്യാനും കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഒരു ചാൻസസ് ഉണ്ട്. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അവർ കോണ്ടാക്ട് ചെയ്യും, പക്ഷെ എപ്പോൾ, എന്തിനായിട്ട്, എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എന്നൊന്നും ഒരു ക്ലിയർ അല്ല. അതൊന്നും നമുക്കിവിടെ കാണുന്നില്ല. അവർ ഉറപ്പുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് അത്. അതുകൊണ്ട് ജീവിതം ഹോൾഡ് ചെയ്ത് നിൽക്കരുത്. അവർ തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത് എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞത്. അപ്പോൾ അവർ വന്നോട്ടെ, അവർ വരുവാണെങ്കിൽ അവരോട് കാമായിട്ട് സംസാരിക്കുക, ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക, നിങ്ങളുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് പറയുക. അപ്പൊ നിങ്ങൾക്കൊരു ക്ലിയർ ആൻസർ ഇല്ലെങ്കിൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയാം. അപ്പോൾ ഫൈനൽ അഡ്വൈസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക, നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ സെൽഫ് ലവ്, ഇതിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു റൈറ്റ് പേഴ്സൺ വരുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവില്ല, അതുപോലെ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവില്ല, എഫേർട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കും, നിങ്ങളെ ഒരിക്കലും ഒരു ഡൗട്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്ന ഒരു റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി ഇല്ല, അതുപോലെ ഇവർക്ക് മൊത്തം കൺഫ്യൂഷൻ ആണ്, എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. ഒരു എഫേർട്ട് ഇവർക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു കോൾ ചെയ്യോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കോ ചെയ്യുന്ന ഒരു സമയം പോലും ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പോലും ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ, റൈറ്റ് പേഴ്സൺ വരുമ്പോൾ അതാണ് നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു
ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ. ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എൽ സോഷ്യൽ വർക്കർ, ഡാൻസ്, നമ്പർ 21, നമ്പർ 13, green color, cricket, number 1, number 29, riding, supportive, 1991, number 56, 1980, music എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നവംബർ മന്ത്, ബ്യൂട്ടിഫുൾ ഐസ്, യോഗ, ഷോർട്ട് ടെമ്പേർഡ്, ഷോർട്ട് ഹെയർ, വിതിൻ 72 hours എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. തിരുവനന്തപുരം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം. 639 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 22, സെക്കൻഡ് സ്റ്റഡി ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1994 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 2001 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 4, ലെറ്റർ ടി, ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കും. 2004 ആണ് നമുക്ക് ലാസ്റ്റ് ക്ലൂ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.